ജോസ് കെ മാണിയുമായി ബന്ധപ്പെടുന്നതാണ്. കേരള കോൺഗ്രസ് മുന്നണി മാറുമോ ഇല്ലയോ എന്നുള്ളത് ഇനിയിപ്പോൾ നമ്മുടെ ബിനിലെ വിശദമായി പറഞ്ഞുതരും. ബിനിലെ, ഗുഡ് ഈവനിങ്. കേരള കോൺഗ്രസ് മുന്നണി മാറുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പരസ്യമായിട്ട് എല്ലാം നിഷേധിക്കുന്നു, പക്ഷേ തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്ക് തിരിച്ചടി അത് ജോസ് കെ മാണിയെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ വാർത്തകൾ നേരത്തെ ഉണ്ടായിരുന്നതാണ്. സഭാ നേതൃത്വത്തിനും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നതായി അറിയുന്നു, വാർത്തകൾ വരുന്നു. ഇപ്പോൾ എന്താണ് ഈ അഭ്യൂഹങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ബിനിലെ? രാവിലെ റോഷി അഗസ്റ്റിന്റെ പ്രസ്താവന വരുന്നു, പിന്നീട് തിരുത്തലുമായി ജോസ് കെ മാണി വരുന്നു. ആ തിരുത്തലിനെ പിന്നീട് 3 വട്ടം ജോസ് കെ മാണി വീണ്ടും തിരുത്തി എന്നുള്ളതാണ്. അപ്പം ഇത് കേരള കോൺഗ്രസ് പിളരുന്നു എന്നൊരു സൂചന കൂടി നൽകുന്നതാണോ? എന്താണ് അവസാനമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം? എന്തെങ്കിലും തെളിഞ്ഞു വരുന്നുണ്ടോ? സേതു, ഗുഡ് ഈവനിങ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കുറച്ച് നേതാക്കൾക്ക് UDF-ലേക്ക് തന്നെ മടങ്ങിപ്പോകണം എന്ന് ആഗ്രഹമുണ്ട്. അത് പ്രത്യേകിച്ച് പൂഞ്ഞാർ, ചങ്ങനാശ്ശേരി MLA-മാർക്കടക്കം അത്തരം ആഗ്രഹമുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ 14 ജില്ലാ കമ്മിറ്റികളിൽ 10 ജില്ലാ കമ്മിറ്റികളും അങ്ങനെ LDF-ൽ ഉറച്ചു നിൽക്കുന്ന രീതിയിലാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം, മന്ത്രി റോഷി അഗസ്റ്റിനും MLA-മാരായ N ജയരാജ്, അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ ഇവർ തുടരും, അതായത് ഉറച്ചു നിൽക്കണം, LDF-ൽ തന്നെ ഉറച്ചു നിൽക്കണം എന്ന അഭിപ്രായമാണ് അവർക്കുള്ളത്. പ്രത്യേകിച്ച് റോഷി അഗസ്റ്റിന്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. കുറച്ചുകൂടി വൈകാരികമായാണ് അദ്ദേഹം പ്രതികരിച്ചത്. നേരത്തെ UDF-ൽ നിന്നും പുറത്താക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ അതിവൈകാരികമായ ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു മറുപടി ആ സമയത്ത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് ഒരു മുന്നണി മാറ്റ ചർച്ചയൊക്കെ വരുമ്പോൾ റോഷി അഗസ്റ്റിൻ പറഞ്ഞുകൊണ്ടിരുന്നത് UDF-ൽ നിന്ന് ഞങ്ങളെ പുറത്താക്കിയതാണ്, പിന്നെ എങ്ങനെയാണ് അവിടേക്ക് പോവുക എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം. എന്തായാലും ഈ കുറച്ചാളുകൾ, അതായത് ജോസ് കെ മാണി അവിടേക്ക് പോയാൽ പാർട്ടി പിളരും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതായത് റോഷി അഗസ്റ്റിനും മറ്റുള്ള ആളുകളും തനിച്ചു നിൽക്കും എന്നുള്ള ഒരു സൂചനയാണ് നമുക്കുള്ളത്. എന്തായാലും ഈ വിദേശ യാത്ര കഴിഞ്ഞ് നാളെയാണ് ജോസ് കെ മാണി കേരളത്തിലേക്ക് മടങ്ങിയെത്തുക. അപ്പോൾ തന്നെ ഈ നിലപാട് അറിയിക്കാൻ തന്നെയാണ് ഈ മുന്നണി വിടണം എന്നാവശ്യപ്പെടുന്ന ജില്ലാ കമ്മിറ്റികൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് ജോസ് കെ മാണിയെ നേരിട്ട് അറിയിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും 16-ാം തീയതി പാർട്ടിയുടെ നേതൃയോഗം വിളിച്ചിട്ടുണ്ട്. കോട്ടയത്തായിരിക്കും ആ നേതൃയോഗം ഉള്ളത്. ആ നേതൃയോഗത്തിലാവും ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ചയ്ക്കായി വരിക. എന്തായാലും ഇതിൽ UDF-ലേക്ക് വരുമ്പോൾ അത് UDF-നും ഒരു പ്രശ്നമാണ്, കീറാമുട്ടിയായി മാറും. പ്രത്യേകിച്ച് അവിടെ ജോസഫ് വിഭാഗമുണ്ട്, 10 സീറ്റിൽ അവർ മത്സരിക്കുന്നു. അങ്ങനെ മാണി കോൺഗ്രസ് എത്തിയാൽ ആ സീറ്റുകൾ എങ്ങനെ വിഭജിക്കും, പിന്നീട് എങ്ങനെയാണ് കൊടുക്കാൻ കഴിയുക എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയിലേക്ക് വരേണ്ടതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം ജോസ് കെ മാണി ഫേസ്ബുക്കിലൂടെ നൽകിയിരുന്നു. അതിൽ ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്ന് പിന്നീട് തിരുത്തി. ആദ്യത്തെ ഉറച്ചു നിൽക്കും നിലപാട് പലതവണ പറഞ്ഞതാണ് അദ്ദേഹം കുറിച്ചു, പക്ഷേ അതിൽ ഇടതുമുന്നണി ഉണ്ടായിരുന്നില്ല. പിന്നീട് അദ്ദേഹം അത് തിരുത്തി ഇടതുമുന്നണിക്കൊപ്പം ഉറച്ചു നിൽക്കും എന്ന് തിരുത്തുകയും ചെയ്തു. എന്തായാലും നാളെ അദ്ദേഹം വരുമ്പോൾ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു മറുപടി നേരിട്ട് തന്നെ അദ്ദേഹം വിശദീകരിക്കാൻ തന്നെയാണ് സാധ്യത. നിലവിൽ നേരത്തെ പറയുന്ന കാര്യങ്ങൾ തന്നെ, ഞങ്ങളിപ്പോൾ LDF-ന്റെ ഭാഗമാണ്, അങ്ങനെ നിൽക്കും എന്ന ഒരു ഉറപ്പ് അത് പറയാൻ തന്നെയാണ് സാധ്യത. പക്ഷേ ഇതിന്റെ പിന്നണിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ന് രാവിലെ VD സതീശൻ പോലും ഇതിനെ LDF-ൽ നിൽക്കുന്ന കക്ഷിയാണ് എന്ന് പറഞ്ഞെങ്കിൽ പോലും വിസ്മയങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞു. അത് തൊട്ടു പിന്നാലെ തന്നെ ഐഷ പോറ്റി എത്തുന്നു. ഇനി അടുത്ത വിസ്മയം കേരള കോൺഗ്രസ് ഈ മാണി വിഭാഗമാണോ എന്നുള്ളതാണ് ഒരു ചോദ്യം ഉയരുന്നത്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി അധികമില്ല, സ്ഥാനാർത്ഥി നിർണയത്തിലേക്കൊക്കെ പാർട്ടികൾ കടന്നു കഴിഞ്ഞു. അങ്ങനെ ആ ചർച്ചകൾ നടക്കുകയാണ്. അങ്ങനെ മുന്നണി മാറുകയാണെങ്കിൽ അത് ഈ സമീപ ദിവസങ്ങളിൽ തന്നെ മാറി അങ്ങോട്ടേക്ക് പോകണം. എന്തായാലും ആ ചർച്ചകൾ തന്നെ സജീവമായി നടക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യത്തിൽ നമുക്ക് കാത്തിരിക്കാം. നാളെയാണ് ജോസ് കെ മാണി മടങ്ങി വരിക. അദ്ദേഹം നേരിട്ട് എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നതെന്നാണ് ഇനി എല്ലാവരും കാത്തിരിക്കുന്നത്. അത് തന്നെയാണ് ഇനി അറിയേണ്ടത് ബിനിലെ. ശരി.